എങ്ങനെയുണ്ടായിരുന്നു? നല്ല ട്രിപ്പായിരുന്നു. ഇനിയും വരും. നമ്മളെ രാജസ്ഥാനിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഇത്രയും തന്നെയാണ് ഇറച്ചിയിരിക്കുന്ന സ്ഥലമാണ്. ലക്കി ബായ് എന്ന് പറഞ്ഞാൽ ജയ്പൂർ, ജയ്പൂർ എന്ന് പറഞ്ഞാൽ ലക്കി ബായ്. നമ്മൾ കഴിഞ്ഞ മൺട്രോയിൽ വന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇന്നിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്. അന്ന് നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് ഇതായിരുന്നു, ജയ് ജവാൻ ഫാമിലി റെസ്റ്റോറൻറ്റ്. അപ്പം എന്ന് ഒരുപോലത്തെ ഉള്ള റെസ്റ്റോറൻറ്റിൽ ഇത് ഫുഡ് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു റെസ്റ്റോറൻ്റാണ് മൺട്രോ ഗ്രീൻ ഐലൻഡ്. ഇവിടെ എന്തൊക്കെയാണ് പോകുന്നതൊക്കെ അറിയാൻ വേണ്ടി നമ്മളിപ്പോൾ പോവുക. എന്തോ നമുക്ക് നോക്കാം. നമ്മുടെ വീഡിയോസ് എല്ലാം അങ്ങനെയല്ലേ, പ്ലാൻ ചെയ്യുന്ന പോലെ അല്ലല്ലോ. അൺഎക്സെപ്റ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ നടക്കും. അതുവഴി നമ്മുടെ വീഡിയോസും അങ്ങനെ പൊക്കോണ്ടേയിരിക്കും. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ബാ. മൺട്രോയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ പലതരത്തിൽ നമുക്ക് ദ്വീപിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റും. കൊട്ടവഞ്ചി പോകാൻ പറ്റും, ചെറിയ കൈത്തോണികളുണ്ട് അതിനകത്ത് പോകാൻ പറ്റും, ഷിക്കാര വെള്ളത്തിൽ പോകാൻ പറ്റും, ഹൗസ് ബോട്ടിൽ പോകാൻ പറ്റും, കയാക്കിങ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റും. ഈ പോകുന്ന വഴികളിൽ തന്നെ പല ആൾക്കാരും വന്നിട്ട് നമ്മളോട് പറയും നമ്മളുടെ പൈസ ഏതാണ് അവൈലബിലിറ്റി, അതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ റിസോർട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനും ഉള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പല പല കോട്ടേജുകളുണ്ട്. പിന്നെ വീടുകളിൽ തന്നെ ഹോം സ്റ്റേ ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലാണ്. അങ്ങനെ നമ്മൾ ഷിക്കാര വെള്ളത്തിലോട്ട് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഷിക്കാര വെള്ളത്തിലോട്ട് പോയി ചെന്ന് ഈ മൺട്രോയിലെ വേറെ റൂട്ടായിരിക്കും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വട്ടം വന്ന റൂട്ട് വേണ്ട, വേറെ റൂട്ട് മതിയെന്ന്. നമുക്കിപ്പോൾ ഇനി കായലിലെ കാഴ്ചകൾ കാണാം. വാ. ഈ ഷിക്കാര വെള്ളത്തിൻ്റെ റേറ്റ് വരുന്നത് മണിക്കൂറിന് 1000 രൂപ വെച്ചിട്ട്. ഞങ്ങൾ 2 മണിക്കൂറത്തേക്ക് വേണ്ടിയാണ് ഇവിടെ ബുക്ക് ചെയ്തത്. ഇതിനകത്ത് 2 ദിവാങ്കോട്ട്, 6 ചൂരൽ കസേര, പിന്നെ വലിയൊരു ബോക്സ് ടൈപ്പ് സ്പീക്കർ, ഒരു മൈക്ക് സെറ്റ്, ഇതൊക്കെയാണ് ഈ ബോട്ടിനകത്തുള്ളത്. പലർക്കും പല ടൈമിൽ ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണോ അതുപോലെ അനുസരിച്ചിരിക്കും. ചിലവർ ഒരു ദിവസം മൊത്തം ബുക്ക് ചെയ്യും, ചിലവർ സ്റ്റേ ചെയ്യും. ഹൗസ് ബോട്ടൊക്കെ ആണെങ്കിൽ സ്റ്റേ ചെയ്യും. റിനു ഫുൾ ടൈം അലക്സാന്റെ കയ്യിൽ ടാറ്റു അടിച്ചത് നോക്കി അവൻ കുറേ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പിന്നെ നേരെ ഈ പ്രാവശ്യം കണ്ടൽക്കാടൊന്നും പോകണ്ട, ഏതെങ്കിലും തുരുത്തി പോയാൽ മതി എന്നായിരുന്നു ചേട്ടനോട് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടൽക്കാടിൽ പോയതാണല്ലോ, അതുകൊണ്ട് ഈ പ്രാവശ്യം അത് വേണ്ടാന്ന് വെച്ചു. ഇപ്പം നമ്മൾ റെയിൽവേ ട്രാക്കിൻ്റെ താഴെ കൂടെ പോകുന്നത്. ഇതിന് മുകളിൽ റെയിൽവേ ട്രാക്കും താഴെ കായലും. ഇതിനകത്തൂടെ ട്രെയിൻ ആണെങ്കിൽ ചില സമയത്ത് പോകും. ടൈമിംഗ് ഒന്നും അറിയത്തില്ലായിരുന്നു. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് കാണാനും പറ്റും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം നേരെ ഒരു റൂട്ടിലാണ് പോയത്. പക്ഷേ ഈ പ്രാവശ്യം റൂട്ട് മാറ്റി നമ്മൾ തുരുത്ത് മാറ്റുക. ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് ലൊക്കേഷൻ തപ്പിയാണ് നമ്മൾ പോയത്. ഇത് വേറെ റൂട്ടാണ്, കഴിഞ്ഞ പ്രാവശ്യം പോയ റൂട്ടേ അല്ല. ഇവിടെ തന്നെ 8 തുരുത്തുകളുണ്ട്. നമ്മളിപ്പം വേറൊരു തുരുത്തിലാണ് പോകുന്നത്. ഞാൻ തുരുത്ത് മണിത്തുരുത്ത് എന്നെങ്ങാണ്ട ഇവർ പറഞ്ഞു. ഫോട്ടോസും ലൊക്കേഷനും ഒക്കെ എടുക്കാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കൊല്ലം ജില്ലയിലെ അതിമനോഹരമായ മൺട്രോ തുരുത്തിന്റെ കൈവഴികളിലുള്ള ഷിക്കാര വള്ളത്തിലാണ് ഇപ്പോൾ പ്രശസ്ത യൂട്യൂബർ ചാനലിലൂടെ ചെയ്യുന്നത് രാജസ്ഥാനിൽ നിന്നും അലക്സ് തോമസ്. അതേപോലെ നിന്നക്കൊണ്ടത്ത് നിന്നും രഘുരാജ്, പ്രശസ്ത സൗണ്ട് ആർട്ടിസ്റ്റും ഗായകനുമായ രഘുരാജ് ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ ക്യാമറമാൻ ജോസ് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഫോട്ടോകൾ വീഡിയോകൾ എടുക്കുന്ന രഘുരാജ് ഈ വള്ളത്തിലൂടെ കടന്നു വരികയാണ്. അതേപോലെ തന്നെ പ്രശസ്ത യൂട്യൂബിന്റെ പ്രാധാന്യം നിർണ്ണയിക്കാവുന്ന തരത്തിലുള്ള
പ്രശസ്ത യൂട്യൂബർ അരുണിമ ഇമ എന്നറിയപ്പെടുന്ന അരുണിമ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്നു. ഇവിടെ എത്തിയിരിക്കുന്നത് അലക്സാണ്. നാടിന്റെ രമണീയതയും നാട്ടുകാഴ്ചകളും നാടൻ രുചികളും ബീഫ്, കക്ക, ഞണ്ട്, കൊഞ്ച്, കേര എന്നിവ കൂട്ടി നല്ലൊരു പിടിപിടിച്ച് ആരോഗ്യം കൺട്രോൾ ചെയ്യുന്ന അലക്സ് ടി. അദ്ദേഹം നമ്മളെ രാജസ്ഥാനിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. മൺട്രോത്തുരുത്തിന്റെ വശ്യ സൗന്ദര്യം കൊണ്ട് രാജസ്ഥാനിൽ ഇതേപോലൊരു മൺട്രോത്തുരുത്ത് പണിയാനാണ് പ്രശസ്ത ബിസിനസ്മാൻ അലക്സ് തോമസ് ആഗ്രഹിക്കുന്നത്. രാജസ്ഥാനിൽ പോയി അലക്സ് എന്ന പേര് പറഞ്ഞാൽ അറിയില്ല. അദ്ദേഹം അറിയപ്പെടുന്നത് ലക്കി ബോയ്. ലക്കി ബോയ് എന്ന് പറഞ്ഞാൽ ജയ്പൂർ, ജയ്പൂർ എന്ന് പറഞ്ഞാൽ ലക്കി ബോയ്. കിട്ടുന്നുണ്ടോ? ഓക്കെ. ഇനി അടുത്ത് എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. ഫ്രണ്ടിൽ പോകുന്ന ഹൗസ് ബോട്ടിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞങ്ങൾക്ക് സൈഡ് തരേണ്ടതാണ്. ഞങ്ങൾ അങ്ങ് കയറി പോകുന്നതാണ്. ഇപ്രാവശ്യം സ്ഥലങ്ങൾ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞങ്ങളെ ആകർഷിച്ചത് ജോജാന്റെ കോമ്പയറിംഗ് ആയിരുന്നു. ഇവിടുന്ന് അവിടെ ചെല്ലുന്നത് വരെ ഞങ്ങൾ ചിരിച്ചിരിച്ചൊരു വഴിക്കായി. കുറേ നാളുകൾക്ക് ശേഷമാണ് ജോജാൻ ഇങ്ങനെ കോമ്പയറിംഗ് ഒക്കെ ചെയ്യുന്നത്. കുറേ നാളുകൾക്ക് മുമ്പ് ഓണപ്പരിപാടിക്കൊക്കെ കോമ്പയർ ചെയ്തത് ജോജാനായിരുന്നു. അങ്ങനെ പഴയൊരു ജോജാനെ തിരിച്ചു കിട്ടിയൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. നമ്മൾ ചെല്ലുന്ന ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പൊന്മാൻ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനാണ്. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം മരിയയുടെ വീട്ടിലുള്ള കുറേയേറെ സീനുകൾ ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അവർ ഷൂട്ട് ചെയ്തത്. സിനിമയിൽ തലവെട്ടിച്ചിറ എന്ന് പറയുന്നൊരു സ്ഥലം പറയുന്നില്ലേ, ആ സ്ഥലം ഇതാണ്. സ്ഥലത്തിൻ്റെ പേര് സിനിമയിൽ ആൾക്കാർ ഇട്ടതാ. ആക്ച്വലി അങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഈ മൺട്രോയിലില്ല. ഇതിൻ്റെ പ്രൊഡ്യൂസർ അജിത് വിനായക് കൊട്ടാരക്കരക്കാരനാണ്. അപ്പം കൊട്ടാരക്കരയിൽ ഉള്ളിലുള്ളൊരു സ്ഥലമാണ് തലച്ചിറയും വെട്ടിക്കാവലെ. ഈ രണ്ട് സ്ഥലങ്ങളുടെ കോമ്പിനേഷനാണ് തലവെട്ടിച്ചിറ. അങ്ങനെ എടുത്തിട്ടാണ് ആ ഒരു പേരിട്ടത്. സിനിമയിൽ എപ്പോഴും സാങ്കല്പിക കഥാപാത്രങ്ങളും സാങ്കല്പിക സ്ഥലങ്ങളും അല്ലേ, അപ്പോൾ ഒറിജിനൽ പേരിടാൻ പറ്റത്തില്ല. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു ഒറിജിനൽ അല്ലാത്തൊരു പേര് അവർ ചൂസ് ചെയ്ത് ഇവിടെ ഇട്ടത്. പിന്നെ ഞാൻ ചേട്ടനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു കഥ ഒറിജിനൽ ആണോ എന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് അതിൻ്റെ പകുതി ഒറിജിനൽ സ്റ്റോറിയാണ്, ബാക്കി ഇത് സിനിമയ്ക്ക് വേണ്ടി അവർ നരേറ്റ് ചെയ്ത സ്റ്റോറിയാണ്. ബേസിൽ അഭിനയിച്ച അജീഷ് ടി പി എന്ന ക്യാരക്ടർ ഒറിജിനൽ ക്യാരക്ടറാണ്. പക്ഷെ കല്യാണത്തിന് ശേഷം അജീഷിന് എന്ത് പറ്റിയെന്നുള്ളത് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഒരാളെ ആരും കണ്ടിട്ടുമില്ല പിന്നീട്. പിന്നെ അജീഷിനെ പോലുള്ള ക്യാരക്ടേഴ്സ് കുറേ പേര് ഈ മൺട്രോയിലുണ്ട്. കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ ഇങ്ങനെ സ്വർണം വേണമെങ്കിൽ അവരുടെ വീടുകളിൽ തന്നെ കൊണ്ടുവന്ന് സ്വർണം എത്തിക്കുന്നത്, അങ്ങനത്തെ ഉള്ള കുറേ ആൾക്കാർ ഇപ്പോഴും അവിടെ ഉണ്ട്. പിന്നീട് ഞാൻ ചോദിച്ചായിരുന്നു ആ സ്റ്റെഫി എന്ന് പറയുന്ന ക്യാരക്ടറും ഒക്കെ ഒറിജിനൽ. അപ്പോൾ പറഞ്ഞാൽ അതൊക്കെ ഒറിജിനലാണ്. അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് മരിയായിട്ട് ഒരുമിച്ച് താമസിക്കാൻ പറ്റാതെ തിരിച്ചങ്ങ് പോവുക ചെയ്ത് അവരുടെ വീട്ടിലേക്ക്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയ്ക്കകത്ത് പറയുന്നില്ലായിരുന്നോ മരിയയുടെ കയ്യിൽ നിന്ന് ആ സ്വർണം എടുത്തോണ്ട് ഇവർ കൊല്ലത്തോട്ട് പോകുന്ന അങ്ങനത്തെ ഉള്ള സീനൊന്നുമില്ല. പുള്ളീനെ പിന്നെ കണ്ടിട്ടില്ല ആരും കല്യാണം കഴിഞ്ഞതിന് ശേഷം. പുള്ളി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തുമില്ല. ഇവിടെ ഉള്ള ആൾക്കാർക്കും ആർക്കും തന്നെ അറിയത്തുമില്ല. നമുക്കാണെങ്കിൽ ആ സ്ഥലത്തോട്ട് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. കാരണം ചുറ്റും ഇങ്ങനെ കമ്പിവേലികൾ കൊണ്ട് ഫുള്ള് സൈഡ് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോട്ട് അടുപ്പിച്ചിട്ട് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച് തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തിലോട്ട് ബോട്ട് അടുപ്പിച്ച് ഇവിടെ പിന്നെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക ചെയ്തത്. നമ്മളിവിടെ ചെറിയൊരു ദ്വീപിലോട്ട് വന്നിട്ട് നിൽക്കുക. ഈ സൈഡ് നോക്കി ഫുള്ള് കായലാണ്. കായലിൽ ചെറിയൊരു വശത്തൂടെ നമുക്കിങ്ങനെ നടന്നു പോവാം. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ചേട്ടൻ ഈ ലൊക്കേഷൻ കാണിച്ചത്. മറ്റേ ഈ ഓയിസ്റ്റർ പോലത്തെ ഉള്ള സാധനമല്ലേ ഇത്? ആണോ?
ഓ ഇതാണല്ലേ ഓയിസ്റ്റർ. ഇതിനകത്ത് നിന്ന് മറ്റേ ഇറച്ചി കക്ക ഇറച്ചി കിട്ടുന്ന ഇതിൽ നിന്നാണോ? അല്ലല്ലോ. അത് വേറെ കക്ക. ആ കല്ലുമേക്കെടുത്ത് പറയും. ഞങ്ങളിവിടെ മുരിങ്ങ പറഞ്ഞു. കല്ലുമേക്കെന്ന് പറയുന്ന സാധനം വേറൊന്നും ഉണ്ട് ഇവിടെ. ആണോ? ആ ഇത് നമ്മൾ എടുക്കുന്നല്ലേ. കണ്ടില്ലയോ മുട്ടം സാധനങ്ങൾ ഇത്രയൊക്കെയാണ്. ഇത് ഇത്രയും തന്നെയാണ് ഇറക്കേണ്ടത്. അതൊക്കെ ഇറച്ചിരിക്കുന്ന സ്ഥലമാണ്. സ്റ്റോറിയൊക്കെ കേട്ടതിന് ശേഷം എനിക്ക് എന്തോ ആ ഒരു സ്ഥലത്ത് ചെല്ലണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകാനൊരു വിധത്തിലും വഴിയില്ലായിരുന്നു. വേലിയേറ്റത്തിൻ്റെ സമയം കാരണം കായലിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കുറച്ച് ദൂരമേ പോകാൻ പറ്റത്തുള്ളൂ. പിന്നീട് അങ്ങോട്ട് വെള്ളം കാരണം നമുക്ക് അങ്ങോട്ട് നടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഞാൻ കുറച്ച് ദൂരം അങ്ങനെ പോയി പിന്നെ തിരിച്ച് വരികയാണ് ചെയ്തത്. പിന്നെ ബോട്ടിൽ ആ ഒരു സൈഡിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അങ്ങോട്ട് നടക്കാൻ സ്ഥലമില്ല, അവിടെ ഫുള്ള് കായലാണ്. പിന്നെ കായൽ കഴിയുമ്പോഴാണ് ആ ഒരു വേലിക്കെട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ദൂരമുണ്ട് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ 2 മണിക്കൂറിൻ്റെ ട്രിപ്പാണല്ലോ ബുക്ക് ചെയ്തത്. പിന്നെ ഞാൻ തിരിച്ചിങ്ങ് പോരുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെ കയറി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം തിരിച്ച് ബോട്ടിലേക്ക് കയറി തിരിച്ചു പോകാൻ ഞങ്ങൾ ഒരുങ്ങി. മനസ്സിലെന്തോ വല്ലാത്തൊരു വിങ്ങലായിരുന്നു ഇവിടുന്ന് തിരിച്ചു പോയപ്പോഴത്തേക്ക്. ആ ഒരു കഥകളും സ്റ്റോറിയൊക്കെ കേട്ടത് കൊണ്ടാണ് ഒരു എന്താണ് പറ്റിയത്, എങ്ങനെയാണ് സംഭവം ഒന്നും നമുക്കറിയത്തില്ലല്ലോ. ആരും പിന്നീട് കണ്ടിട്ടില്ല എന്നും പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്നും അറിയത്തില്ല. അതുകൊണ്ട് പിന്നെ നമുക്കത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു പിന്നെ. അപ്പോൾ ആർക്കും അതിനെപ്പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് പിന്നീട് നമ്മൾ പിന്നെ ചോദിച്ചൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് ഇങ്ങ് പോരുന്നു. ഇതെല്ലാം ആ ലൊക്കേഷൻ്റെ സ്ഥലമാണ് കേട്ടോ. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ വേലികൾ ഇങ്ങനെ ഇട്ടേക്കുക. ആരും അകത്തോട്ട് ചെല്ലാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. മൺട്രോയിൽ വരുവാണെങ്കിൽ സമയം ഒരു വലിയൊരു ഘടകമാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ വേറൊരു ബ്യൂട്ടിയും വൈകിട്ട് വന്നു കഴിഞ്ഞാൽ വേറൊരു ബ്യൂട്ടിയാണ്. അത് വന്ന് അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാവും. പിന്നെ വെയിൽ താന്നപ്പോഴത്തേക്ക് അലക്സജാൻ ഫോട്ടോസിനും വീഡിയോസിനും വേണ്ടി ബോട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് വന്ന് പിന്നെ കുറേയേറെ ഫോട്ടോസൊക്കെ എടുത്ത് ആഗ്രഹിച്ചതുപോലെ തന്നെ ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റി. ഞാൻ ആദ്യമായിട്ടാണ് കായലിൽ നിന്നിട്ട് ട്രെയിൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് കാണുന്നത്. കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ പാലത്തിൻ്റെ അടിയിൽ എത്തിയിട്ട് ട്രെയിൻ മുകളിൽ കൂടെ ക്രോസ് ചെയ്ത് പോകുന്ന കാണാമായിരുന്നു. പക്ഷേ ഞാനാണ് താമസിക്കാനും കാണാം ഫോട്ടോസും വീഡിയോസും എടുത്ത് അവിടെ നിന്ന് താമസിച്ചുകൊണ്ടാണ് കറക്റ്റ് സമയത്ത് എത്താനും പറ്റിയില്ല. പിന്നെ ഇതിനകത്ത് ഇരുന്നിട്ട് നമുക്ക് സൗണ്ടൊന്നും കേൾക്കുന്നൊന്നുമില്ലായിരുന്നു. ചിലപ്പോൾ കായലിൻ്റെ സൗണ്ടും ബോട്ടിൻ്റെ സൗണ്ടും എല്ലാം കൂടെ ആയതുകൊണ്ട് ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, ഇത് സ്റ്റെഫി ആണെങ്കിൽ കൊല്ലത്തോട്ട് പോകത്തില്ലേ ഈ സ്വർണ്ണം എല്ലാം കൂടെ എടുത്ത്. അപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറി പോകുന്നത്. ആ ഒരു ലൊക്കേഷനാണ് ഇത്. പിന്നെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. 2 മണിക്കൂർ എങ്ങനെ പെട്ടെന്ന് തീർന്നെന്ന് ഒരു പിടിയില്ല. പെട്ടെന്ന് തീർന്നതുപോലെ. അപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്യുന്നായിരുന്നു ആകെ ഒരു ലൊക്കേഷനിലേ പോയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു 2-3 ലൊക്കേഷനിലും പോയി. പക്ഷേ ഈ പ്രാവശ്യം ഒറ്റ ലൊക്കേഷനിൽ പോയി സമയം പെട്ടെന്ന് പോയി. 2 മണിക്കൂർ കംപ്ലീറ്റ് ആവുകയും ചെയ്തു, ഇവിടെ വരികയും ചെയ്തു. കാഴ്ചകൾ കാണുന്നതിനേക്കാട്ടിലും കൂടുതൽ ആ മൊമെൻറ്റ്സ് ആസ്വദിക്കാൻ പറ്റി എന്നതാണ് ഈ ഒരു ട്രിപ്പ് കൊണ്ട് എനിക്ക് തോന്നിയത്. കാരണം പിള്ളേരായാലും ആച്ചാച്ചനായാലും എല്ലാവരും കൂടെ ഇരുന്ന് നല്ല രീതിയിൽ വൈബ് അടിച്ച് കുറേയേറെ സംസാരിച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് ഈ മൺട്രോയിൽ വന്നിട്ട് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ഓർമ്മകൾ എന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. അങ്ങനെ നമ്മൾ മൺട്രോയിലെല്ലാം പോയി കുറച്ച് ലൊക്കേഷൻ കൂടുതൽ കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് അങ്ങനെ ലൊക്കേഷൻ അധികം കാണാൻ പറ്റില്ല. നമ്മൾ ഒറ്റ സ്ഥലത്തേ പോയുള്ളൂ, പൊന്മാൻ്റെ ലൊക്കേഷൻ നടന്ന സ്ഥലത്ത്. പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഓൾറെഡി ഇവിടെ നിന്ന് അങ്ങ് വരെ പോകണമെങ്കിൽ നല്ല ദൂരമായിരുന്നു. 2 മണിക്കൂറോളം നമ്മൾ പോയിട്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെ ഇന്നത്തെ ഈ മൺട്രോയിലെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പോവുകയാണ്, ലൊക്കേഷനിൽ പോവാണ്, കൊല്ലത്തോട്ട് പോവുകയാണ്. കൊല്ലത്ത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ ഞാനിടും, അല്ലെങ്കിൽ ഈ മൺട്രോയിലെ വീഡിയോ ഇതോടെ നിർത്തും. ഓക്കെ ബൈ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ട്രിപ്പായിരുന്നു. ഇനിയും വരും.
ആ പത്ത് ഇപ്പൊ പ്രാവശ്യം, ഇപ്പൊ എത്ര വട്ടം വന്നിട്ടുണ്ട്? ഒരു 15 പ്രാവശ്യം വന്നിട്ടുണ്ട്. 15 വട്ടം. 16 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇനിയെങ്കിലും അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ ലൊക്കേഷൻ മാറ്റി പിടിയും. അച്ഛന് എല്ലാ വർഷവും വരും, മൺട്രോയിൽ വരും, മൺട്രോ കാട് ലൊക്കേഷൻസ് ഇങ്ങനെ മാറ്റി മാറ്റി പോകും. കുറേ ഫോട്ടോസ്, എനിക്കത് ഒരു 10,000 പുറത്ത് ഫോട്ടോസ് ഉണ്ട് അച്ഛന്. അതുകൊണ്ട് എന്നിട്ട് അടുത്ത ഫോട്ടോ എടുക്കാൻ പോവാം. ആ കയ്യൊന്ന് കാണിച്ചു, അതൊന്നും നല്ല അലക്സ് അച്ഛൻ്റെ കോമ്പസ്. ഇതെന്തു വെച്ചാ, ഇത് എന്തു ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇത് ഇത് പല ഉദ്ദേശമാണ്. ആ ഇത് കുരിശാണ്. ഇത് കുരിശ്. ആ ബാക്കി പിന്നെ പറയാം. അലക്സ് അച്ഛൻ്റെ ഓരോ കുസൃതികൾ.